ഓം ശാന്തി. 20/6/2025 ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ബാബയുടെ സ്നേഹം എടുക്കണമെങ്കിൽ ആത്മാഭിമാനിയായി ഇരിക്കൂ. ബാബയിൽ നിന്ന് നമ്മൾ സ്വർഗത്തിൻ്റെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്തോഷത്തിലിരിക്കൂ. മുഴുവൻ കൽപ്പത്തിലും നമുക്ക് എല്ലാ തരത്തിലുള്ള ആത്മാക്കളുടെയും സ്നേഹം ലഭിക്കുന്നു. പലതരത്തിലുള്ള ബന്ധുത്വത്തിലും മൈത്രിയിലും വന്ന് എല്ലാവരിൽ നിന്നും നമുക്ക് സ്നേഹം ലഭിക്കുന്നു. നമ്മളും എല്ലാവരുമായി സ്നേഹം പങ്കിടുന്നു. എന്നാൽ ഈ സംഗമയുഗത്തിൽ മാത്രമാണ് ഭഗവാന്റെ സ്നേഹം എടുക്കാൻ സാധിക്കുന്നത്. ഭഗവാന്റെ സ്നേഹം പൂർണ്ണമായും എടുക്കുന്നതിന് എല്ലാ ബന്ധവും ഭഗവാനുമായി വയ്ക്കണം. ഇപ്രകാരം ബന്ധം വെച്ചാൽ മാത്രം പോരാ, നാം സ്വയം ആത്മാഭിമാനി ആവുകയും വേണം. സമാനരുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നു. നാം എപ്പോഴാണോ ബാബയെ പോലെ നിരാകാര സ്ഥിതി അല്ലെങ്കിൽ ആത്മാഭിമാനിയായി ഇരിക്കുന്നത്, അപ്പോൾ ബാബയിൽ നിന്ന് കൂടുതൽ സ്നേഹമെടുക്കാൻ സാധിക്കുന്നു. നാം ബാബയിൽ നിന്ന് സ്നേഹം മാത്രമല്ല, ആ സ്നേഹത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള സമ്പത്തും എടുക്കുകയാണ്. ഇതിനാൽ ഈ സന്തോഷം എപ്പോഴും ഉണ്ടായിരിക്കണം. ചോദ്യം: സംഗമയുഗത്തിൽ നിങ്ങൾ ബ്രാഹ്മണനിൽ നിന്ന് ഫരിഷ്തയാകുന്നതിന് ഏത് ഗുപ്തമായ പരിശ്രമം ചെയ്യുന്നു? ഉത്തരം: നിങ്ങൾ ബ്രാഹ്മണർക്ക് പവിത്രരാകുന്നതിനുള്ള ഗുപ്ത പരിശ്രമം ചെയ്യേണ്ടി വരുന്നു. നിങ്ങൾ ബ്രഹ്മാവിൻ്റെ കുട്ടികൾ സംഗമത്തിൽ സഹോദരീ സഹോദരങ്ങളാണ്. സഹോദരീ സഹോദരങ്ങളിൽ മോശമായ ദൃഷ്ടി വയ്ക്കുക സാധ്യമല്ല. സ്ത്രീ പുരുഷർ ഒന്നിച്ച് ജീവിച്ചുകൊണ്ടും സ്വയം BK എന്ന് മനസ്സിലാക്കുന്നു. ഈ സ്മൃതിയിലൂടെ പൂർണ്ണ പവിത്രമാകൂ, അപ്പോൾ ഫരിഷ്തയാകാൻ സാധിക്കും. ആസുരീയ ലോകത്തിലുള്ള സാധാരണ മനുഷ്യനിൽ നിന്നും സംഗമയുഗത്തിൽ വരുമ്പോൾ ബ്രാഹ്മണനായി മാറുന്നു. അതായത് ശിവബാബയെ തൻ്റെ അച്ഛനാണെന്നും ബ്രഹ്മബാബയിലൂടെ ദത്തെടുത്തിരിക്കുകയാണെന്നും ഈ ജ്ഞാനത്തിലൂടെ നാം സ്വർഗവാസി ആവുകയാണ് എന്നതിലും പൂർണ്ണ വിശ്വാസം വരുന്നു. ആരാണോ ഇങ്ങനെ ബ്രാഹ്മണനാകുന്നത്, അവർക്ക് പിന്നെയും പുരുഷാർത്ഥമുണ്ട്. അതായത് സമ്പൂർണ്ണ പവിത്രമാകണം. ഈ പവിത്രതയുടെ ആധാരത്തിലാണ് ബ്രാഹ്മണനിൽ നിന്നും ദേവതയും ദേവതയാകുന്നതിന് മുൻപ് ഫരിഷ്തയും ആകാൻ സാധിക്കുന്നത്. പവിത്രത എന്നുദ്ദേശിക്കുന്നത് നമ്മൾ ശിവബാബയുടെ പേരക്കുട്ടികൾ, ബ്രഹ്മബാബയുടെ കുട്ടികൾ. ഈ സംഗമയുഗത്തിൽ നമ്മൾ സഹോദരീ സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ലോകത്തിലെ എല്ലാവരും നമ്മുടെ സഹോദരീ സഹോദരങ്ങളാണ്. അപ്പോൾ മോശമായ ഒരു ദൃഷ്ടി ഉണ്ടാകുക സാധ്യമല്ല. ശരീരത്തിൽ ശ്രദ്ധ പോകുമ്പോഴാണ് ദൃഷ്ടി മോശമാകുന്നത്. എന്നാൽ ശരീരത്തിൽ ശ്രദ്ധ കൊടുക്കാതെ ആത്മാവിന് മാത്രം ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ നാം സ്വയം BK ആണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്ത്രീ പുരുഷർ ഒന്നിച്ച് താമസിച്ചുകൊണ്ടും BK ആണ്, അതായത് ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരിയാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ പവിത്രമാകുക എളുപ്പമാകുന്നു. ഇങ്ങനെ പവിത്രമായാലാണ് നമുക്ക് ഫരിഷ്തയാകാൻ സാധിക്കുന്നത്. ഈ ഒരു പരിശ്രമമാണ് ബ്രാഹ്മണാത്മാക്കൾ സംഗമയുഗത്തിൽ ചെയ്യുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. വിചാരസാഗര മന്ഥനം ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് വിഷ്ണു എങ്ങനെയാകുന്നു, ഈ ടോപ്പിക്കിനെ കുറിച്ച് കേൾപ്പിക്കണം. ബുദ്ധിയെ ജ്ഞാന മന്ഥനത്തിൽ ബിസിയാക്കി വയ്ക്കണം. 2. രാജ്യപദവി പ്രാപ്തമാക്കുന്നതിന് ജ്ഞാനയോഗത്തിനോടൊപ്പം തനിക്ക് സമാനം ആക്കുന്നതിനുള്ള സേവനവും ചെയ്യണം. തൻ്റെ ദൃഷ്ടി വളരെ ശുദ്ധമാക്കി വയ്ക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബ്രഹ്മാവിൽ നിന്ന് വിഷ്ണു എങ്ങനെ ആകുന്നു എന്ന ടോപ്പിക്കിനെ കുറിച്ച്
വിചാരസാഗരം മന്ഥനം ചെയ്ത് കേൾപ്പിക്കണം. ബ്രഹ്മാവിൽ നിന്ന് വിഷ്ണു എങ്ങനെ ആകുന്നു എന്നത് ബ്രഹ്മാവിൻ്റെ പുരുഷാർത്ഥത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ആ പുരുഷാർത്ഥത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നാം കേൾക്കുമ്പോൾ, മറ്റുള്ളവരെ കേൾപ്പിക്കുമ്പോൾ അവർക്കും അതുപോലെ ചെയ്യുന്നതിനുള്ള താല്പര്യമുണ്ടാകും. ഇതിനാലാണ് ബാബ പറയുന്നത്, ഈ ടോപ്പിക്കിനെ കുറിച്ച് കേൾപ്പിക്കണം. നമ്മുടെ ബുദ്ധി എപ്പോഴും ജ്ഞാന മനനത്തിൽ ബിസിയാക്കി വെക്കണം. ഇതിലൂടെ ബുദ്ധി ശക്തിശാലിയാകും, ബുദ്ധി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിറയും, ബിസിയായിരിക്കുകയും ചെയ്യും, ശുദ്ധമാകുകയും ചെയ്യും. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, രാജ്യപദവി പ്രാപ്തമാക്കുന്നതിന് ജ്ഞാനവും യോഗവും നാം മനസ്സിലാക്കണം, അത് പ്രയോഗത്തിൽ കൊണ്ടുവരണം. എന്നാൽ സേവനവും ചെയ്യണം. സേവനം ചെയ്യുന്നതിന് ജ്ഞാനയോഗം ജീവിതത്തിൽ ധാരണ ചെയ്യുകയും വേണം. തൻ്റെ ദൃഷ്ടി വളരെ ശുദ്ധമാക്കി എടുക്കണം. ആരെ പ്രതിയും ഒരു ദൈഹിക ദൃഷ്ടി ഉണ്ടായിരിക്കരുത്. ഈ ദൈഹിക ദൃഷ്ടിയെ തന്നെയാണ് കുദൃഷ്ടി എന്ന് പറയുന്നത്. വരദാനം: സർവബന്ധങ്ങളുടെയും അനുഭവം ഒരു ബാബയിൽ നിന്ന് ചെയ്യുന്ന അക്ഷീണരും വിഘ്നവിനാശകരുമായി ഭവിക്കട്ടെ. ഏത് കുട്ടികൾക്കാണോ സർവബന്ധങ്ങളും ഒരു ബാബയോടൊപ്പമുള്ളത്, അവർക്ക് മറ്റെല്ലാ ബന്ധവും നിമിത്തമാണ് എന്ന അനുഭവമുണ്ടാകും. അവർ സദാ സന്തോഷത്തിൽ നൃത്തം വെച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും തളർച്ചയുടെ അനുഭവം ഉണ്ടാകില്ല. അക്ഷീണരായിരിക്കും. ബാബയിലും സേവനത്തിലും ഉള്ള താൽപ്പര്യത്തിൽ ലയിച്ചിരിക്കും. വിഘ്നങ്ങൾ കാരണം നിന്നു പോകുന്നതിന് പകരം സദാ വിഘ്ന വിനാശകരായിരിക്കും. സർവബന്ധങ്ങളുടെയും അനുഭൂതി ഒരു ബാബയിൽ നിന്നുണ്ടാകുന്നത് കാരണം ഡബിൾ ലൈറ്റ് ആയിരിക്കും. ഒരു ഭാരവും അനുഭവപ്പെടില്ല. സർവ കംപ്ലൈനും സമാപ്തമാകും. കംപ്ലീറ്റ് സ്ഥിതിയുടെ അനുഭവം ഉണ്ടാകും. സഹജയോഗി ആയിരിക്കും. ആരാണോ ബാബയിൽ നിന്ന് എല്ലാ ബന്ധങ്ങളുടെയും അനുഭവം എടുക്കുന്നത്, അവർ സദാ സന്തോഷത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടില്ല. അക്ഷീണരായിരിക്കും. സദാ ബാബയുടെ ഓർമ്മയിലും സേവനത്തിലും തൽപരരായിരിക്കും. അവയിൽ മുഴുകിയിരിക്കും. അവർ വിഘ്നങ്ങളിൽ നിന്നുപോകില്ല. സദാ വിഘ്ന വിനാശകരായിരിക്കും. അവർ ഡബിൾ ലൈറ്റ് ആയിരിക്കും. ഒരിക്കലും ഒരു കാര്യവും ഭാരിച്ചതാണ് എന്ന തോന്നൽ ഉണ്ടാകില്ല. എല്ലാ പരാതികളും തീർന്ന് കംപ്ലീറ്റ് സ്ഥിതിയുടെ അനുഭവമുണ്ടാകും. സഹജയോഗി ആയിരിക്കും. സ്ലോഗൻ: സങ്കല്പത്തിലാണെങ്കിലും ഏതെങ്കിലും ദേഹധാരിയുടെ വശത്ത് ആകർഷിതരാകുക അർത്ഥം അവിശ്വസ്തരാകുക എന്നാണ്. മനസ്സിൽ പോലും മറ്റേതെങ്കിലും ശരീരധാരിയുടെ ഓർമ്മ വരികയാണ്, അവരുടെ ശരീരത്തിനോട് ആകർഷണം തോന്നുകയാണ് എങ്കിൽ അത് ബാബയോടുള്ള അവിശ്വസ്തതയാണ്. അതായത് ബാബയിൽ നിന്ന് ദൂരെയാകുന്നു എന്നാണ് അതിനർത്ഥം. ഓം ശാന്തി.